നമസ്കാരം, ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ സ്റ്റാമിന കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം വീഡിയോയിലേക്ക് കടക്കാം. ശരീരത്തിന് സ്റ്റാമിന കൂട്ടാൻ വേണ്ടി പല വഴികളും പരീക്ഷിക്കുന്നവരുണ്ട്. നമ്മുടെ മനസ്സിൽ സ്റ്റാമിന എന്ന് കേട്ടാൽ വരുന്ന ചിത്രം മസിലുള്ള ഒരാളുടേതാണ്. എന്നാൽ മസിലും സ്റ്റാമിനയും രണ്ടും രണ്ടാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ഫിറ്റ്നസ് ആണ് സ്റ്റാമിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വലിയ മസിലുകൾ ഉള്ളവർക്ക് സ്റ്റാമിന വേണമെന്നില്ല. ചിലപ്പോൾ വലിയ മസിലുകൾ കാണും, എന്നാൽ മനസ്സിന് ഉറപ്പുണ്ടാകില്ല. നിസ്സാര പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകും. സ്റ്റാമിനയ്ക്ക് മനസ്സിനും ഒപ്പം മസിലിനും ഉറപ്പ് വേണമെന്ന് ചുരുക്കി പറയാം. മനസ്സിന്റെ വ്യായാമം മനസ്സിന്റെ ഉറപ്പിന് പ്രധാനമാണ്. ഇതിന് യോഗ പോലുള്ളവ സഹായിക്കും. ബ്രീത്തിങ് വ്യായാമങ്ങൾ സഹായിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾക്ക് അമിതമായി അടിമപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. അമിതമായി സന്തോഷം, അമിതമായ ദുഃഖം, ടെൻഷൻ, ദേഷ്യം, സ്ട്രെസ് എല്ലാം തന്നെ മാനസികാരോഗ്യം ശരിയല്ലെന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇതാണ് മനസ്സിന്റെ സ്റ്റാമിനയ്ക്ക് പ്രധാനം. സ്ഥിരം യോഗ ചെയ്യുന്നതും ബ്രീത്തിങ് വ്യായാമങ്ങൾ ചെയ്യുന്നതും മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നതും സ്റ്റാമിനയിലെ മനസ്സിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ്. ഫിസിക്കലി ഫിറ്റായവർ പോലും ചിലപ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നെല്ലാം നാം കേൾക്കാറുണ്ട്. സ്റ്റാമിനയ്ക്ക് കാർഡിയാക് വ്യായാമങ്ങൾ ചെയ്ത് ഹൃദയാരോഗ്യവും ശരീരത്തിന് എല്ലാ രീതിയിലും ആരോഗ്യം നൽകുന്ന വ്യായാമങ്ങളും ചെയ്യണം. അല്ലാതെ മസിൽ പെരുപ്പിക്കാനുള്ള വ്യായാമം മാത്രം ചെയ്തതുകൊണ്ട് സ്റ്റാമിന എന്ന് പറയാനാകില്ല. നല്ല മസിലുള്ളവർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്നതും മറ്റും നാം വായിച്ച് അത്ഭുതപ്പെടുന്നതിന്റെ ഒരു കാരണം സ്റ്റാമിന എന്ന വാക്കിന്റെ അർത്ഥത്തെ നാം തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുകൂടിയാണ്. വ്യായാമം ശരീരത്തിന്റെയും മനസ്സിന്റെയും സ്റ്റാമിനയ്ക്ക് വ്യായാമം ശീലമാക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം. ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമം മനസ്സിനും ഗുണകരമാകും. ഇത് ബ്രെയിൻ ആരോഗ്യത്തെ സഹായിക്കും, ഹോർമോണുകളെ സഹായിക്കും. ഇതെല്ലാം മാനസികാരോഗ്യത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നാം ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും മാനസികാരോഗ്യം ശരിയല്ലെങ്കിൽ, മെന്റൽ സ്റ്റാമിന ഇല്ലെങ്കിൽ പല രോഗങ്ങളും ബാധിക്കും. കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഗുണം ലഭിക്കില്ല. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഊർജമാക്കി മാറ്റാനും കൊളസ്ട്രോൾ പോലുള്ളവ കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഉറക്കം നല്ല സ്റ്റാമിനയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം. നാം സ്ഥിരമായി 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക. ഇത് മനസ്സിന്റെ സ്റ്റാമിനയ്ക്കും പ്രധാനമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനും പ്രശ്നപരിഹാരം കണ്ടെത്താനുമെല്ലാം തലച്ചോർ പ്രവർത്തിക്കാൻ ഉറക്കം അത്യാവശ്യമാണ്. ചിലർക്ക് പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാകാം. അടിക്കടി വൈറൽ ഇൻഫെക്ഷനുകൾ ബാധിക്കും. പ്രതിരോധശേഷി കുറയും. ഉറക്കം കുറയുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. നല്ലതുപോലെ വെള്ളം കുടിക്കുന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പ്രധാനമാണ്. ഇതുപോലെ ചില ഭക്ഷണങ്ങളും നല്ലതാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഏത്തപ്പഴം. ഇതിൽ പൊട്ടാസ്യവും മഗ്നീഷ്യവും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പൊട്ടാസ്യം ഉള്ളതിനാൽ പെട്ടെന്ന് ക്ഷീണം മാറും. ദിവസവും 2 ഏത്തപ്പഴം കഴിക്കാം. മുട്ട ഇത്തരത്തിൽ ഒന്നാണ്. ഇതുപോലെ ചിക്കനും നല്ലതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് നല്ലതാണ്. ചെറുപയർ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് സ്ഥിരം കഴിക്കുന്നത് ഏറെ ഗുണം നൽകും. ഇതിൽ ധാരാളം നാരുകളുമുണ്ട്. ബ്രൗൺ റൈസ് ഏറെ നല്ലതാണ്. ഇതും ശരീരത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ്. പാലും പഞ്ചസാരയും ചേർക്കാതെ കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. ഇതിലെ കഫീൻ സഹായിക്കുന്നു. മനസ്സിലെ ടെൻഷൻ ഒഴിവാക്കാൻ നല്ലതാണ്. ഫാറ്റി ഫിഷ് നല്ലതാണ്. ചാള, ചൂര, അയല പോലുള്ളവ നല്ലതാണ്. ഇവയിൽ ഒമേഗ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏറെ ഗുണം നൽകും. ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.